എപ്പോഴും നമ്മളെ ആൾക്കാർ എപ്പോഴും നമ്മളെ വിളിച്ച് ചോദിക്കാറുണ്ട് കട എവിടെയാന്ന്. കട കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളി മിനി സിവിൽ സ്റ്റേഷൻ ഓപ്പോസിറ്റ് സോണി ഇലക്ട്രോണിക്സ് എന്നാണ് നമ്മുടെ കടയുടെ പേര്. കാഞ്ഞിരപ്പള്ളി കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. കാഞ്ഞിരപ്പള്ളി കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. ഒരാൾ വരുന്നുണ്ട്. ബാ, വീഡിയോ 8 നിന്നുള്ള വീഡിയോ ആണ്. ഇപ്പോഴും ഇത് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെന്നുള്ള വീഡിയോ ആണ്. TV ആയിട്ട് കണക്ഷൻ കൊടുത്ത് നമ്മൾ വെച്ചിരിക്കുന്ന വേണ്ടോ. ഈ കൊച്ചിന് ഇപ്പം എത്ര വയസ്സുണ്ട്? 28ഓ? നഴ്സിങ്ങിന് പഠിക്കുന്ന കൊച്ചിൻ്റെ പല വീഡിയോ ആണ്. പിന്നെ ഇച്ചിരി കളവൊക്കെ ഉണ്ട്. അത് പ്രായമായതുകൊണ്ടുള്ള കളവുള്ളൂ. നല്ല ഒന്ന് ക്ലീൻ ചെയ്ത് ഹെഡിലൊക്കെ പൊടി കാണും. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇത് വർക്കാവും. അതാണ് വീഡിയോ 8. ഇപ്പോഴും ഈ ക്യാമറ വർക്ക് ചെയ്യുന്നു. സോണിയുടെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അടിപൊളിയായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. കളം വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിജിറ്റൽ കാസറ്റുകൾക്ക് പൊടിയും അതും ഇതൊക്കെ പിടിച്ചാൽ ഇങ്ങനെ കളം പോലെ വരും. ഏക്കാലം ഇത് വർക്കിംഗ് ആണ്. കൊള്ളാം. നീ ഇത് മറ്റേ ഓഡിയോയിലൊന്ന് കൊടുക്കാവോ? ഇങ്ങനെ അറ്റത്ത് കൊടുത്താൽ ഓഡിയോയും കൂടെ കിട്ടും. ഇപ്പോൾ ഒരു 5-6 കൊല്ലം ഇങ്ങനെ ഇരിക്കുന്നു. 6-7 കൊല്ലത്തോളായി. ഇത് ഞാൻ വാങ്ങിച്ചതേ എൻ്റെ പയ്യന് 6 മാസമുള്ളപ്പോൾ വാങ്ങിക്കണയാ. ഇപ്പൊ ഈ 18 വയസ്സായി. അവര് മൂന്നാറ് പോയി. സൗണ്ടും കിട്ടുന്നുണ്ട്. മൂന്നാറല്ലേ? ആ, ഇന്നും അങ്ങനെയൊക്കെ ഉള്ളൂ മൂന്നാറ്. അവിടെയൊക്കെ അതാ ഞാൻ കണ്ടത് മൂന്നാറാന്ന് പറഞ്ഞിട്ട്. ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. ആ, ഇവരെല്ലാം പണ്ടത്തെ അവര് 3 നേഴ്സിംഗിന് പഠിക്കുക. അതെയോ? 3 നേഴ്സുമാരാ. മറ്റേ സിനാന റൗഫത്ത്. ഇവന് 18 വയസ്സായി. അവര് ചെറുപ്പത്തിൽ എങ്ങനെ ഇരുന്നെന്ന്. 3 പേരും ഒരുപോലെ ഇരിക്കുന്നു. പൊട്ടിച്ച് അത് സൂക്ഷിച്ചില്ല, അന്നേരം പൊട്ടിപ്പോകും. പുതിയ മോണിറ്ററിന്റെ ചെറിയ വിലക്ക് തരാം. അതാ ഞാനീ പറഞ്ഞത്. മോണിറ്റർ അല്ലേ ജിൻസി? നമ്മുടെ മോണിറ്ററിന്റെ വില പറഞ്ഞോളൂ. ഓഫർ വില അത് ഒരു 4000 രൂപ റേഞ്ചിൽ തരും. പാനലിന്റെ പൈസയെ മോണിറ്ററാവുള്ളൂ. ഇത് ഒട്ടിക്കണേ വില കളിച്ചാലും 2500 രൂപ ആവും. വളരെ സീറ്റ് ഒട്ടിക്കണേ ഏറ്റവും കുറഞ്ഞത്. ഒരു ഫ്രണ്ട് ഷീറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. അത് ഞെടുത്ത് ആ മോണിറ്റർ ഒന്നെടുത്ത് ചേച്ചി അവിടെ ഒരു മോണിറ്റർ ഇരിപ്പുണ്ട്. ഞാൻ എടുത്തോണ്ട് വന്നേ. 20 ഇഞ്ച്. ഇത് അത് കണ്ടോ, ഒരു മോണിറ്റർ അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുന്നുണ്ടോ? അത് 20 ഇഞ്ചേ ഉള്ളൂ. ആ വലുപ്പമുള്ളതില്ല. അതിൻ്റെ ലാസ്റ്റ് വില പറഞ്ഞുതരാം. ഇതേ വലുപ്പം വേണമായിരിക്കും അല്ലേ? ഇതേ വലുപ്പം വേണമായിരിക്കും അല്ലേ ഇതിൻ്റെ ലാസ്റ്റ് വില? ഇത് 3500 കിട്ടും. 3500 ഇതിൻ്റെ വില. 5500 MRP, 3500 അത്രയും വലുപ്പമുള്ളതില്ല. അത് 23. ഞങ്ങൾക്ക് നിന്ന് പോയതാ. 23 ഇഞ്ച് ഇപ്പം ഇല്ല. 24 സോണിയുടെ 24 ഇഞ്ച് മോണിറ്റർ 5500. മോണിറ്റർ കിട്ടും. മോണിറ്റർ ഇരിപ്പുണ്ടോ ചേച്ചി? സാറിന്റെ മൈക്ക് അവിടെ ഇരിപ്പുണ്ടല്ലോ. സോണി 22 ഇഞ്ച്. ഇപ്പൊ നമ്മളിപ്പോ ശരിയാക്കി കൊടുത്തില്ലേ? 22 ഇഞ്ച് 24 ഇഞ്ചൊക്കെ. അത് മാറ്റിയിട്ട് നമ്മൾ ശരിയാക്കി എടുത്ത പാനല്ലേ. ഇത് കണ്ടോ, ഇത് വീഡിയോ 8. മുമ്പ് ഞാൻ കാണിച്ചതാ. ഇതിപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഓപ്പൺ ആയിട്ടുണ്ട് ജിൻസി. ഇത് ഓപ്പൺ ആയിട്ടുണ്ട്. ഇത് അതേ കിടന്ന കാസറ്റാണ്. എന്നാൽ ഞാൻ കാസറ്റ് തിരിച്ചിടുന്നില്ല. പിന്നെ ഹെഡ് ക്ലീനിങ് കാസറ്റ് ഇട്ടേക്കാം. അത് വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് നമുക്ക് തിരിച്ചിട്ട് ഓണാക്കാം. കാരണം ഈ കാസറ്റിനകത്ത് പിള്ളേരുടെയൊക്കെ ഫോട്ടോ ഉണ്ടെന്നല്ലേ പറഞ്ഞു. ഇത് വേറെ വീഡിയോ 8 ഇട്ടാൽ ഇത് വർക്കാവും. ഇപ്പോൾ നമ്മൾ അത് കണക്ട് ചെയ്തു. ഇത് നമുക്കിതൊന്ന് ഓണാക്കാം. ഓണാക്കുമ്പോൾ ഇതകത്തേക്ക് പോകണം. ഇത് പുറത്തേക്ക് തന്നെ ഓപ്പണായി. പ്രസ് ആയിട്ടുണ്ട്. പക്ഷേ അകത്തോട്ട് കയറിപ്പോയി. ഓക്കെ, അവന് അടച്ചു. അപ്പോൾ വീഡിയോ കാസറ്റ് അകത്ത് കയറി. ക്ലീനിങ് നടക്കുന്നുണ്ട്. ഈ സ്ക്രീൻ ബ്ലാങ്ക് ആയിപ്പോയി കേട്ടോ. അത് ഉപയോഗിക്കാതിരുന്ന LCD പോയി. പക്ഷെ ഇതൊക്കെ ഇരിക്കുന്ന LCD പോയിട്ടില്ല. ബാറ്ററി ഒരു 25% ആയിട്ടുണ്ട്. ഓക്കെ,
ബാറ്ററി ഇച്ചിരി ചാർജ് ആയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അത് തുറന്നത്. ആ അതെ അതെ. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് കണ്ടല്ലോ. ഇത് നൈറ്റ് വിഷന്, ഇത് ലെൻസ്, സോണിയുടെ ലെൻസ്, ഇത് പിന്നെ രാത്രിയിൽ ഉപയോഗിക്കാനുള്ളത്, ഇത് വീഡിയോ 8ൻ്റെ കാസറ്റ്, ഇതാണ് മിനി ഡി വി എന്ന് പറയുന്ന സാധനം. മിനി ഡി വി, സോണിയുടെ മിനി ഡി വി. ഇത് സോണിക്ക് മാത്രമല്ല, സോണിക്കും പാനസോണിക്കിനും പലരും ഇറക്കിയായിരുന്നു. ഇതാണ് അവസാനത്തെ കാസറ്റിൻ്റെ അവസാനം. ഇതിന് ശേഷം ഒരു പുതിയ കാസറ്റ് ഒരു കമ്പനി ഇറക്കിയിട്ടില്ല. മിനി ഡി വി ഇത് നമ്മൾ കല്യാണമൊക്കെ പണ്ട് പിടിച്ചുകൊണ്ടിരുന്ന ഡി വി ആണ്. ഈ മിനി ഡി വി വെച്ചാണ് കല്യാണം പിടിച്ചിരുന്നത്. എന്തൊരു കഷ്ടപ്പാടായിരുന്നറിയോ, ഇത് വെച്ച് കല്യാണം പിടിക്കുന്നു. എന്നിട്ട് ഇത് ആ പ്ലെയറെ തന്നെ ഇട്ട് ക്യാമറയിലിട്ട് പ്ലേ ചെയ്ത് ക്യാപ്ചറിങ് കാർഡ് വെച്ച്, കെനോപ്പസിൻ്റെ ക്യാപ്ചറിങ് കാർഡ് വെച്ച് കമ്പ്യൂട്ടറിലോട്ട് ക്യാപ്ചർ ചെയ്തെടുക്കണം. ക്യാപ്ചർ ചെയ്ത് എടുക്കുന്നതിൻ്റെ ഇടയിൽ കറണ്ട് പോകും, അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടില്ല. കാസറ്റ് ചുറ്റാനൊന്നും പറ്റില്ല. ക്യാപ്ചർ ചെയ്ത് എടുത്തതിന് ശേഷം ആ ക്യാപ്ചർ ചെയ്ത വീഡിയോ ഡിജിറ്റലാക്കി മാറ്റിയതിന് ശേഷം അത് വെച്ച് വേണം ഈ സാധനത്തിനെ നമ്മൾ അത് വെച്ച് വേണം പിന്നെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ ആ സാധനമാണിത്. ഡിജിറ്റലായിട്ടാണ് റെക്കോർഡിംഗ് എങ്കിലും കാസറ്റിലെ റിബണിൽ ഇത് പിടിക്കുന്നത് കൊണ്ട് റിബണിൽ നിന്ന് അത് ക്യാപ്ചർ ചെയ്ത് ഡിജിറ്റലായിട്ട് മാറ്റണം. അത് കെനോപ്പസിൻ്റെ ഒരു ഒറ്റപ്പാലത്തൊരു കെനോപ്പസിൻ്റെ സർവീസ് സെൻ്റർ ഉണ്ട്, അവിടെ മാത്രമേ ഇത് ചെയ്യത്തുള്ളായിരുന്നു. അന്ന് ആ ക്യാപ്ചറിങ് കാർഡിൻ്റെ, കെനോപ്പസിൻ്റെ കാർഡിൻ്റെ വില 1.5 ലക്ഷം രൂപയായിരുന്നു. അത് ക്യാപ്ചർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിന് 2 ലക്ഷം രൂപ വിലയായിരുന്നു. അപ്പോൾ 3.5 ലക്ഷം രൂപ മുടക്കിയാലേ ഒരാൾക്കൊരു വീഡിയോ എഡിറ്റിംഗ് സ്റ്റുഡിയോ തുടങ്ങാൻ അന്ന് പറ്റുള്ളായിരുന്നു. ഈ മിനി ഡി വി ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് കൃത്യമായിട്ടെല്ലാം പറയുന്നത്. നമുക്കൊരു 2-3 മിഷൻ ഉണ്ടായിരുന്നു. കുറേ കല്യാണം നമ്മൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ വേറൊരു ബിസിനസ്സായിരുന്നു സോണി ഡിജിറ്റൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്കിതെല്ലാം കൃത്യമായിട്ട് അറിയാം. അന്ന് മേടിച്ച് വെച്ച കാസറ്റ് ഒരെണ്ണം മിച്ചം ഇരുന്നതാണ്. ഇത് ഞാൻ ഓരോന്നും എല്ലാ ടൈപ്പും പൊട്ടിക്കാത്ത ഒറിജിനൽ പുതിയ കാസറ്റുകൾ ഞാൻ ഈ വീഡിയോ ആയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ സാധനവും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അല്ല കുറേ കഴിയുമ്പോൾ ഈ സാധനമൊക്കെ ഫ്ലോപ്പി ഡിസ്കൊക്കെ കണ്ടിട്ട് പോലും ഇല്ലാത്ത പിള്ളേരുണ്ടെന്ന്, അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടി ഞാൻ വെച്ചതാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടി 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ബുദ്ധിമുട്ട്. അപ്പം 60 മിനിറ്റ് റെക്കോർഡ് ചെയ്യുന്നു, അത് റിയൽ ടൈം 60 മിനിറ്റ് ക്യാപ്ചർ ചെയ്യുന്നു, അത് റിയൽ ടൈം 60 മിനിറ്റ് ക്യാപ്ചർ ചെയ്തതിന് ശേഷം റിയൽ ടൈമിൽ എഡിറ്റ് ചെയ്യണം. പറഞ്ഞു ഏതായിരുന്നു? കെൻവുഡ്. മോനെ ആ കെൻവുഡിൻ്റെ സ്പീക്കർ എടുത്തു കൊടുത്തേ, 2 കെൻവുഡിൻ്റെ സ്പീക്കർ. കെൻവുഡിൻ്റെ സ്പീക്കർ സർവീസ് ചെയ്തത്. അപ്പോൾ ഇത് കാണിച്ചെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇതെന്നാണേലും ഇത് ഓപ്പൺ ആകുന്നുണ്ട് ഇപ്പോഴും. ഇത് ഓപ്പൺ ആകുന്ന ഒന്നുകൂടെ കാണിക്കാം. ഭയങ്കര എഞ്ചിനീയറിംഗ് ആണ്. ഇങ്ങനെ തരുന്നു കുറച്ചേരം അതിൻ്റെ റേറ്റും അത് എഴുതിയിട്ട് കാണും. അപ്പോൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവൻ പുറത്തേക്ക് ഇറങ്ങി വരണം. പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. ഓപ്പണായി. കാസറ്റ് നമുക്ക് എടുക്കാം. ഇങ്ങനെയാണ് കാസറ്റ് എടുത്തത്. അപ്പോൾ കണ്ടല്ലോ, കണ്ടിട്ടില്ലാത്തവർ കണ്ടോ. ഇതിങ്ങനെ അടയ്ക്കണം. ഒരു ലോക്ക് കൊണ്ട് അടച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കയറിപ്പോയില്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, കയറിപ്പോയിക്കോളും. പ്രസ് ചെയ്തില്ലെങ്കിലും ചിലപ്പോൾ കയറാറുണ്ട്. അടച്ചു. ഇത് കഴിഞ്ഞു. ഇപ്പോൾ ഇതിനകത്ത് ഇത് വർക്കിംഗ് ആയി. സ്ക്രീനിൽ ഇപ്പോൾ LCD കാണുവാണെങ്കിൽ നല്ല രസമായിരുന്നു. LCD ഇപ്പം പണി മുടക്കി. വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യായിരുന്ന LCD ബാക്ക് ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷേ സ്ക്രീൻ പോയി. പക്ഷേ ഇതിലുള്ള സ്ക്രീൻ നമുക്ക് കാണാം. ഇത് കാണണമെന്നുണ്ടെങ്കിൽ ക്ലോക്ക് സെറ്റ് എന്നാണ് വന്ന് കിടക്കുന്നത്. ക്ലോക്ക് സെറ്റ് ചെയ്താൽ മതി, അവൻ റെഡിയാണ്. ക്ലോക്ക് സെറ്റ് ചെയ്താൽ പാർട്ട് റെഡിയാണ്. ഇവിടെ ക്ലോക്ക് സെറ്റിംഗ് ഉണ്ട്. അല്ല, ഇതിപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് റെക്കോർഡ് ചെയ്യുന്ന കാസറ്റല്ല, ക്ലീനിങ് കാസറ്റ് അല്ലേ? അത് നമുക്ക് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇതിൻ്റെ വീഡിയോ ഔട്ടുണ്ട്, ഇതിന് DV ഔട്ടുണ്ട്. ആ ഔട്ടെടുത്ത് ക്യാപ്ചറിങ് കാർഡായിട്ട് ക്യാപ്ചർ ചെയ്താൽ മതി. ഇപ്പോൾ ക്യാപ്ചറിങ് കാർഡ് വേണ്ട ക്യാപ്ചർ ചെയ്യാൻ. അന്നത്തെ ടെക്നോളജി അല്ലല്ലോ ഇന്നുള്ള. ഇന്ന് മൊത്തം ഫുൾ ഡിജിറ്റലായില്ലേ. ഇന്നെന്ത് പാടുപെട്ട. വീഡിയോ ഉണ്ട്. ചേട്ടൻ ഇങ്ങനെ വഴി കൂടെ നടന്നു പോകുന്നു. ഈ ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ തന്നെയാണെന്ന് തോന്നുന്നു. മുണ്ടൊക്കെ എടുത്തൊരു ചേട്ടൻ
ആ പന്ത് എന്തോ ഒരു മരത്തെ പോയി. ആ കൊച്ച് ഉണ്ട്. കൊച്ചു മരത്തിൽ നിന്ന് എന്തൊക്കെയോ മാങ്ങ പറിക്കുകയാണോ. ഒരു പട്ടിയുണ്ട് കയ്യിൽ. സംഗതി ഇതൊക്കെ എടുത്താൽ നല്ല രസമായിരിക്കും, നൊസ്റ്റാൾജിയ ആയിരിക്കും കേട്ടോ. ആ 2 കാസറ്റ് ഫുള്ള് ഞാൻ ഗൾഫിലുള്ള വീഡിയോ. ആ അവനെന്തിയെ പിന്നെ മുകളിലോട്ട് പോയി. ഒരു വീഡിയോ ഇന്ന് കുത്താവോ, ഇത് കാണാം. ആ വീഡിയോ 8 നിന്നുള്ള വീഡിയോ ആണ്. ഇപ്പോഴും ഇത് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെന്നുള്ള വീഡിയോ ആണ്. കണക്ഷൻ കൊടുത്തതാണ്. ടി വി ആയിട്ട് കണക്ഷൻ കൊടുത്ത് നമ്മൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ടോ ഈ കൊച്ചിന് ഇപ്പം എത്ര വയസ്സുണ്ട്? 28. നേഴ്സിങ്ങിന് പഠിക്കുക. നഴ്സിങ്ങിന് പഠിക്കുന്ന കൊച്ചിൻ്റെ പല വീഡിയോ ആണ്. പിന്നെ ഇച്ചിരി കളവൊക്കെ ഉണ്ട്, അത് പ്രായമായതുകൊണ്ടുള്ള കളവുള്ളൂ. നല്ല ഒന്ന് ക്ലീൻ ചെയ്ത് ഹെഡിലൊക്കെ പൊടി കാണും, അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇത് വർക്കാവും. അതാണ് വീഡിയോ 8. ഇപ്പോഴും ഈ ക്യാമറ വർക്ക് ചെയ്യുന്നു. സോണിയുടെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രത്യേകത, അടിപൊളിയായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. കളം വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഡിജിറ്റൽ കാസറ്റുകൾക്ക് പൊടിയും അതും ഇതൊക്കെ പിടിച്ചാൽ ഇങ്ങനെ കളം പോലെ വരും. ഏക്കാലം ഇത് വർക്കിംഗ് ആണ്. കൊള്ളാം. എത്ര പേര്? 2 പേരോ പിള്ളേര്? ഇത് അനിയൻ്റെ പിള്ളേരാ. നീ ഇത് മറ്റേ ഓഡിയോയിലൊന്ന് കൊടുക്കാവോ? ഇങ്ങനെ അറ്റത്ത് കൊടുത്താൽ ഓഡിയോയും കൂടെ കിട്ടും. ഇപ്പോൾ ഒരു 5-6 കൊല്ലം ഇങ്ങനെ ഇരിക്കുന്നു. 6-7 കൊല്ലത്തോളായി. ഇത് എത്ര വർഷം മുമ്പ് മേടിച്ച കൊച്ചു കുഞ്ഞ്? 5 വയസ്സ്. ഇത് ഞാൻ വാങ്ങിച്ചതേ എൻ്റെ പയ്യന് 6 മാസം ഉള്ളപ്പോൾ വാങ്ങിക്കണയാ. ഇപ്പം ഈ 18 വയസ്സായി. അവര് 3 പോയി. സൗണ്ടും കിട്ടുന്നുണ്ട്. മൂന്നാറാ. ആ ഇന്നും അങ്ങനെയൊക്കെ ഉള്ളൂ മൂന്നാറ്. അവിടെയൊക്കെ അതാ ഞാൻ കണ്ടത് മൂന്നാറാന്ന് പറഞ്ഞില്ല. ഇപ്പോഴും വലിയ മാറ്റമൊന്നും വന്നിട്ടൊന്നുമില്ല. ആ ഇവരെല്ലാം പണ്ടത്തെ അവര് 3 നേഴ്സിങ്ങിന് പഠിക്കുക. അതെയോ? 3 നേഴ്സുമാരാ. മറ്റേ സിനാന റൗഫത്ത്, ഇവന് 18 വയസ്സായി. അവര് ചെറുപ്പത്തിൽ എങ്ങനെ ഇരുന്നെന്ന്. 3 പേരും ഒരുപോലെ ഇരിക്കുന്നു. ഇതിനകത്തില്ല, അസില് ചെറുതാടാ. അതേ പ്രായം. അവര് ഒരിടത്താണോ? ഭയങ്കര കൂട്ടാന്ന് തോന്നുന്നു 3 പേരും കൂടി. ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടേ. സ്റ്റോപ്പ് പ്ലേ സ്റ്റോപ്പ് ചെയ്തു. ഇനി ഇയർബഡ്സ് വേണോ? ഇയർബഡ്സ് വെച്ച് ഹെഡ് തുടയ്ക്കാൻ പറ്റില്ല. ഹെഡ് തുടച്ചാൽ അപ്പം പോവും. പഞ്ഞിയാ. ആ പഞ്ഞി. ഇതിപ്പോൾ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ തുടയ്ക്കാം. പക്ഷേ ഒരു തടയുന്ന ഒരു സാധനം അവിടെ വെക്കാൻ പറ്റില്ല. അത് മാഗ്നറ്റ് ഒരു ടേപ്പാ. ഇതിപ്പോൾ ഇതിനു മുമ്പ് വാങ്ങിച്ച ക്യാമറ അങ്ങനെ പോയതാ. പോവും. ആർക്കും അറിയത്തില്ല. എല്ലാവരും പഞ്ഞി വെച്ച് തുടയ്ക്കും, ബഡ്സ് വെച്ച് തുടയ്ക്കും. അങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിൽക്കത്തില്ല. പോയാലാണ് ക്ലീനിങ് കാസറ്റ് വാങ്ങിച്ചത് അന്ന് തന്നെ. അത് ക്യാമറ നന്നാക്കാൻ ഗൾഫിലൊക്കെ നന്നാക്കാനുണ്ട്, വളരെ കുറവാണ്. ഗൾഫിലുണ്ടായിരുന്നു. ഇല്ലില്ല, ഞങ്ങള് ഞങ്ങൾ രണ്ടുപേരും. ഇതിനകത്ത് സെൻസർ ഒക്കെ പശ വിട്ട് ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ട്. അതൊക്കെ ഇതിനകത്ത് പ്രശ്നമേ. ബാറ്ററി ചാർജ് ആവുന്നുണ്ടല്ലേ? ആ ബാറ്ററിയുടെ വന്നാലേ ഇത് വർക്കാവുള്ളൂ. ബട്ടൺ വേണം, ടോർച്ച് എടുത്ത്. എൻ്റെ സെൻസർ
ഒരു ചെറിയ ട്യൂസർ പോലെ തന്നെ എന്താണെന്ന് വെച്ച് റിക്ലൈനറിന്റെ സിസ്റ്റം കണ്ടില്ല അത് ഭയങ്കര ഒരു മിനിറ്റ് സാറേ. ഇത് പറ്റുമോ? ട്യൂസർ വല്ലതും സാറേ ആ ഇന്നത്തെ വീഡിയോഗ്രാഫി നടക്കുകയാണ്. ഇന്നത്തെ വീഡിയോക്കുള്ള പണിയാണോ? സെയിമാ? സെയിം ആണോ അറിയത്തില്ല. ഇതിൻ്റെ അതുപോലെ ഇരിക്കുന്നതെന്നോ ഐബെല്ലിൽ ഇത് വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവന്മാർ അയച്ചു തന്നോ നോക്കാം ഒന്ന് എന്നുള്ള വേറെ വഴിയില്ല. ബാറ്ററി ഉണ്ടായിരുന്നു. ബാക്കി ഞാൻ മറ്റേ എൻ്റെ ഇവിടെ ഒന്ന് രണ്ടെണ്ണേ വർക്ക് ചെയ്തുള്ളൂ. ബാക്കി വർക്ക് ചെയ്യുക. ഓടിക്കുന്നുണ്ട്. എന്നാലൊരു ഒരെണ്ണം ഞാൻ നോക്കട്ടെ. ട്രൈ എന്നാലാട്ടെ. ഓക്കെ സാർ. ഒരു സെൻസറിൻ്റെ ഒരു സാധനം ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടാണ്. എടാ നീ ഒരു ബുദ്ധിമാനായ മനുഷ്യനല്ലേ, ഞാൻ നീ പുതിയ തലമുറയല്ലേ, നിനക്ക് വെട്ടവും തരാം. ഇതിനകത്തൊരു സ്ട്രിപ്പ്, ഒരു സെൻസറാണ്. മിക്കവാറും കാസറ്റ് അവിടെ ചെന്നോന്ന് അറിയാനുള്ള ഒരു സെൻസറാണെന്ന് തോന്നുന്നു. അതവിടെ അതിൻ്റെ പശ വിട്ടിട്ടുണ്ട് കണ്ടോ. ഇത് ഈ സെൻസർ അത് ശരിക്കും എവിടെയാണ് അത് ഇരുന്നെന്നുള്ളതാണ്. ശേഖര ആ കമ്പിയലല്ല ഇത്, ഈ കമ്പിയലാണോ എവിടെയാണെന്ന് നിനക്ക് നോക്കിയാൽ ഒരു ഐഡിയ കിട്ടുമോ. അത് ഇച്ചിരി പൊങ്ങിയിട്ടുണ്ട്, ആ സെൻസർ പൊങ്ങിയായിരിക്കും. ടോർച്ച് അടിച്ച് നോക്കിയോ നീ. അതാണ് ടോർച്ച്. പറയരുത് സ്ട്രിപ്പാണ്, പശയായിരുന്നോ അതോ വല്ല ലോക്കിനകത്തൊന്നും ചാടി വന്നിരിക്കുന്നതാണോ. അവിടെ തന്നെയാണ് ഇരിക്കേണ്ടത്. അത് ആ കാസറ്റ് ചെന്ന് കഴിയുമ്പോൾ കാസറ്റ് അകത്തുണ്ടെന്ന് തിരിച്ചറിയുന്ന സെൻസറല്ലേ. അതവിടെ പ്രസ് ചെയ്താ ചേർന്ന് ശരിയാ. ഈ ആ കമ്പിക്കകത്ത് പ്രസ് ചെയ്താൽ കമ്പിക്കകത്താണോ വരണ്ടേ? ആ കമ്പി ആ ഇങ്ങനെ അങ്ങനെ ചരിച്ച് അതിനകത്ത് പ്രസ് ചെയ്തിടുമായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ അതൊരു അകലമുണ്ട്. അല്ല, 2 വെട്ടുണ്ടല്ലോ അല്ലേ എടാ. വെട്ടിനകത്ത് ഇത് ഇങ്ങനെ കയറ്റി ഇട്ടുകൊണ്ട് വരോ ട്യൂസർ വെച്ച് കണ്ടോ. നിനക്ക് മനസ്സിലായില്ല? ആ കമ്പിയുടെ വെട്ടിനകത്ത് ആ സെൻസറിന് കണ്ടോ 2 സെൻസറിന് 2 മുഴ കണ്ടോ. ആ മുഴ ആ വെട്ടിനകത്ത് കയറിയിരിക്കണം. മനസ്സിലായോ? പറ്റുമോ? സ്ട്രിപ്പ് വലിയരുത്, സ്ട്രിപ്പും കട്ടാവരുത്. ആണോ? ആ 2 വെട്ടയിൽ ഇവനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആ കമ്പി ഞെക്കിയാൽ അവിടെ ഇരുന്നോളൂ.
കമ്പി ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇരുന്നോ? ഇതിൻ്റെ ഉള്ളിലല്ലാന്ന് തോന്നുന്നത്, സൈഡിലെങ്ങാണ്ട് കയറിയില്ല ഇവിടെ. ഇല്ല, അവിടെ 2 വെട്ടുണ്ട്. വെട്ട് വെട്ടുണ്ട്. ആ വെട്ട 2 ഇങ്ങനെ കയറ്റി അങ്ങോട്ട് വീഴിക്കുവാണ്. അങ്ങനെ മേളിലേക്ക് കയറ്റി കൊള്ളിക്കുക. കൊണ്ട് കഴിയുമ്പോൾ ആ കമ്പി ഇരിക്കുന്നതിൻ്റെ പ്രഷറിൽ ആ സാധനം അവിടെ ഇരിക്കുവാണ്. മനസ്സിലായോ നിനക്ക്? ലൈറ്റിന്റെ ഹെഡ് അതിനകത്ത് കയറിയിരിക്കുക. ഇത് കണ്ടോ? ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ നിന്ന് ശ്രദ്ധിച്ചേ. കയറി ആ എന്നിട്ട് അകത്ത് പോയി ആ ലൈറ്റാണ് അതിനകത്ത് വീണോ? ലൈറ്റിന്റെ ആ സെൻസറിന്റെ ഹെഡ്. ആ ആ കാരണം വെച്ചാൽ നമ്മൾ ഈ കാസറ്റ് ഇടുന്ന കാസറ്റ് അവിടെ ഉണ്ടെന്ന് ഇവർക്ക് കാണാൻ വേണ്ടിയാണ്. അത് നമുക്കിവിടെ വയ്ക്കാനുള്ള ലേസർ 3000 രൂപ. ലേസർ ടോർച്ചാണ്. 3 കിലോമീറ്റർ ഡയറക്റ്റ് പോവും. ഭയങ്കര വെളിച്ചമാണ്. അതൊരു വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യമായിട്ട് വേണ്ട. ലൈറ്റ് തെളിഞ്ഞാണ്. തെളിഞ്ഞായിരുന്നു. എല്ലാം വർക്കിങ്ങ. ഉണ്ടോ? ലൈറ്റ് തെളിഞ്ഞ കണ്ടോ? ക്യാമറയുടെ ഇപ്പോഴും വർക്കിംഗ് ആണ്. അന്നത്തെ വലിയ ക്യാമറയാണ് ഇതൊക്കെ. ആ അതെ അതെ. ഇപ്പോഴും ആ സാധനത്തിൻ്റെ ആ സോണി ഉണ്ടാക്കിയതിൻ്റെ ഇപ്പോഴും ആ സ്വിച്ച് ആക്കി ലൈറ്റ് തെളിയുന്നുണ്ടോ? റെക്കോർഡിങ് ലൈറ്റ്. സോണിയുടെ സാധനങ്ങൾ അത്രയ്ക്ക് ഇതാണ്, അത്ര ക്വാളിറ്റിയാണ്. അത്ര ക്വാളിറ്റി സാധനം. ഡേറ്റ് കിട്ടും. ഡേറ്റ് ഉണ്ടോ? റൊട്ടേറ്റിംഗ് ആണ് ഡേറ്റ് ഇടാൻ. എന്നാ എഞ്ചിനീയറിംഗ് ആണ്, എന്നാ ടെക്നോളജി ആണെന്ന് പറയുന്നത്. ഇപ്പോൾ ഹെഡ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലീനിങ് കഴിഞ്ഞു. ലൈറ്റ് ഓഫ് ചെയ്യാം. ഞാനിത് സൂക്ഷിച്ച് കൊണ്ടുവരുന്ന. ആ അല്ല ഇപ്പോഴും നല്ല പുത്തം പോലെ ഇത് ഓപ്പൺ ആവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഒന്ന് വലിയ 2-3 കാസറ്റാ റെക്കോർഡിങ് ആക്കിയിട്ടുള്ളൂ ഇതിനകത്ത്. അപ്പോഴത്തേക്ക് ടെക്നോളജി ഒക്കെ മാറി, മൊബൈലും ഒന്നില്ലേ, അവിടെ തീർന്നു എൻ്റെ ഇത്. ഞാൻ ഈ കാസറ്റ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഒത്തിരി നടന്നാ കാസറ്റേ. ആ ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. അതെ, എഡിറ്റിംഗ് സ്റ്റുഡിയോയിൽ പോയാൽ മതിയായിരുന്നു. ആ ചേട്ടൻ എനിക്കൊന്ന് നമ്പർ തന്നെ കേട്ടോ, എഡിറ്റിംഗ് സ്റ്റുഡിയോയുടെ. ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഓൾഡ് കാസറ്റ് നമുക്ക് ഇനി കളഞ്ഞു കഴിഞ്ഞാൽ കിട്ടുമൊന്നുമില്ല അത്. പക്ഷെ അവരിത് എങ്ങനെ പ്ലേ ചെയ്യിപ്പിക്കുന്നത്? നമ്മുടെ ഇതെന്ന് പ്ലേ ചെയ്ത് എടുത്താലും മതി. അതല്ലേ ടി വിയിൽ കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലേ. ടി വിയിൽ നിന്ന് ഉരി അതുകൊണ്ട് കൊടുത്താൽ മതി. ഇപ്പോൾ പ്ലേ ആയിട്ടുണ്ട്. ഇപ്പോൾ ക്യാമറ ഇല്ല, ക്യാമറയാ. ഇനി പ്ലേ ബാക്ക്. റിവേൻ്റെ ഒക്കെ വർക്കിങ്, എല്ലാം വർക്കിങ്. കോഡ് വരുന്നതാണ് സൗണ്ട് അല്ലേ? അത് 3 വേയുടെ കോഡാണ് വേണ്ട, ഇത് 2 വേ കുത്തിയിരിക്കുന്നുണ്ട്.
പ്ലേ ഉള്ള പ്ലേ ഉണ്ട്. ചിലപ്പോൾ ക്ലാസ്സിട്ട് ബ്ലാങ്ക് ആയിരിക്കും ആ ഭാഗം. ആ ബ്ലാങ്ക ആദ്യം ഇല്ലേ കുറച്ചൊക്കെ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ചിലപ്പോൾ കാസറ്റിൽ കുറച്ചാണ് വേറെ കാസറ്റ് ഇട്ടേക്ക്. ആ, ബച്ചുണ്ടിൻ്റെ റിപ്ലൈ ഇതേ ബ്ലാങ്ക. ആ അത് ബ്ലാങ്ക് ആയിരിക്കും. ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ആ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. പൊടി വരാതെ കൊട്ടിട്ട് ആ അത് ഫുള്ളുള്ളതാണോ? ഇതൊക്കെ ഉള്ളതാ റെക്കോർഡിങ് ഉണ്ടായിരിക്കും. ഞാൻ അതൊന്നും അവർക്കൊന്നും കൊടുക്കാനേ സൂക്ഷിച്ച് വെച്ചേക്കണേ. ഞാനേ സൂക്ഷിച്ച് വെച്ചേക്കണേ. 2006 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. 2006 എത്ര വർഷമായി? 14/12/2006. പ്ലേ ഉണ്ടാ പ്ലേ ആവുന്നുണ്ടേ, ഔട്ടില്ല. ഒത്തിരി കറങ്ങാണ്ടാവും. ഈ നമ്മൾ പൂപ്പല് കാസറ്റ് ഇട്ടതിൽ ഇതേലും പൂപ്പല് കാണും ചിലപ്പോൾ. പറയാ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അല്ലേ. വേണ്ടായി ഹെഡ് മൊത്തം പൊടി പിടിച്ചോന്ന് അറിയത്തില്ല. ഇനി പ്ലേ ആയിട്ട് കാണിക്കുന്നുണ്ട്, വീഡിയോ ഔട്ട് വരാത്ത പോലെയാണ്. മുമ്പേ ഒരു പൂപ്പലായിരുന്നല്ലോ. ആ ഇതെല്ലാം പൂപ്പലായി കാണും ഇരുന്നിരുന്ന്. ഇത് ചിലപ്പോൾ ഇങ്ങോട്ട് കറങ്ങാനുണ്ടാവും. കുറച്ചും കൂടെ ഇറക്കി കഴിഞ്ഞാൽ അറിയാം അല്ലേ. ആ ഈ കറക്കുമ്പോൾ എല്ലാം ഹെഡാ കൂടിയാ കറക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ അറിയാം. ഉണ്ട് അവിടെ അരിക്കൂടെ ഉണ്ട്. അത് ഈ കാസറ്റെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പ്ലേ അടിച്ചാൽ ഇതെല്ലാം കിട്ടും. ആ ഞാൻ പറഞ്ഞ ആ പുള്ളിയുടെ കൊടുത്ത പുള്ളി അതെല്ലാം ക്ലീൻ ചെയ്ത് ശരിയാക്കി തരും. പുള്ളിക്ക് കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ തരാം, നമ്പർ എടുത്ത് തരാം. ഞാൻ പിന്നെ ഇത് പിടിക്കാറ്, അത് നമ്മൾ തുടയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ സാധനം പോവും. പിന്നെ ഹെഡ് പോയി, അതാണ് ഹെഡ് പോയെന്നാണ്. പിന്നെ പടം വരത്തില്ല. അതായത് നമ്മളൊരു ചെറിയ പൂപ്പലും ഉണ്ട് പുള്ളിയെ കാണും, പുള്ളിയെ വീഡിയോ ആയിട്ട് കാണും. പുള്ളി എന്നോട് ഇത് കൂട്ട് വീഡിയോ ആയിട്ട് എവിടെയെങ്കിലും കിട്ടുമോ വിലയ്ക്ക് ഞാൻ മേടിക്കാമെന്നൊക്കെ എന്നോട് പറഞ്ഞാൽ. ആ പുള്ളിക്ക് ഒത്തിരി പേര് വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹെഡയിൽ എത്തിയില്ല കൈ, അതാണ് പ്രശ്നം. ഹെഡയിലേ കൈ എത്തിയില്ല. സാധനം ഇട്ട് ഓടിച്ചു കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളൂ, മനസ്സിലായില്ലേ. ഇതേ ക്ലീനർ ഇട്ടേ 2 പ്രാവശ്യം ഓടിച്ചു കഴിഞ്ഞാൽ അങ്ങ് പൊക്കോളൂ. അത് നമ്മൾ ഹലോ സെൻസർ കുഴപ്പമായി, ജെറ്റ് കാണിക്കും. ഹലോ ഹലോ ആ പറഞ്ഞോ.
വീഡിയോ 8 നിന്നുള്ള വീഡിയോ ആണ്. ഇപ്പോഴും ഇത് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടോ, ഇതെന്നുള്ള വീഡിയോ ആണ്. കണക്ഷൻ കൊടുത്തതാണ്. ടി വി ആയിട്ട് കണക്ഷൻ കൊടുത്ത് നമ്മൾ വെച്ചിരിക്കുന്നത് കണ്ടോ. ഈ കൊച്ചിന് ഇപ്പം എത്ര വയസ്സുണ്ട്? 28. നഴ്സിങ്ങിന് പഠിക്കുന്ന കൊച്ചിൻ്റെ പല വീഡിയോ ആണ്. പിന്നെ ഇച്ചിരി കളവൊക്കെ ഉണ്ട്. അത് പ്രായമായതുകൊണ്ടുള്ള കളവുള്ളൂ. നല്ല പോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഹെഡിലൊക്കെ പൊടി കാണും. അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇത് വർക്കാവും. അതാണ് വീഡിയോ 8. ഇപ്പോഴും ഈ ക്യാമറ വർക്ക് ചെയ്യുന്നു. സോണിയുടെ എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അടിപൊളിയായിട്ട് ഇപ്പോഴും വർക്ക് ചെയ്യുന്നു. കളം വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. കാസറ്റ് എടുത്ത് പുറത്തിരിക്കട്ടെ. അതിനെ അകത്ത് കയറ്റണ്ട. കാരണം ഇത് തുറന്ന് കിട്ടിയാലേ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഓൾറെഡി വർക്കിംഗ് ആണ്. ബാറ്ററി എന്തേരം നിൽക്കുന്നുണ്ടോയെന്ന് നോക്കട്ടെ. പക്ഷേ ബാറ്ററി ചാർജിങ് ഒന്നും ആയെന്നേ ഉള്ളൂ. പക്ഷേ നിൽക്കാനുള്ളതില്ല. ഓക്കെ, അപ്പോൾ ചാർജർ ഇരുന്നോട്ടെ. ഇനിയും ആൾക്കാർക്കൊക്കെ ആവശ്യം വരുമല്ലോ. വേണ്ടല്ലോ. ബാറ്ററി ഊരി വെച്ചോ. $2,900. പിന്നെ അതിൻ്റെ അഡാപ്റ്റർ അല്ലേ? തരും. നമ്പർ ഞാൻ എടുത്തു തരാം. എൻ്റെ മൊബൈലിൽ എവിടെയോ കിടപ്പുണ്ട്. ഇതെടുത്തുകൊണ്ടേ നമ്മുടെ അഡാപ്റ്ററെ കുത്തണം. ഇതെടുത്തുകൊണ്ട് അലമാരി വെക്കണം ജൻസി. ഇത് $2,990. $3,000 വിലയാണ്. കുഴപ്പമില്ല. സാധനം വർക്കാവുന്നുണ്ട്. എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഡിസ്പ്ലേ മാത്രമേ പോയിട്ടുള്ളൂ. പടം വരാത്തത് പല കാസറ്റേൽ പടം വരുമ്പോഴേ അതൊന്ന് ക്ലീൻ ചെയ്യണം. നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്യണം. മറ്റേ ഇത് ഈ ചേട്ടൻ്റെ എന്നാന്ന് ചോദിച്ചു പോലെ കേൾപ്പിക്കാൻ. അപ്പം ഇതെടുത്ത് വെച്ച ഏജൻസി ഇത് അലമാരി വെക്കണം. ഇത് അറിയാമല്ലോ. വല്ലതും കൊണ്ട് ഇടല്ല. ഇത് ആപാടെ ഒരെണ്ണേ ഉള്ളൂ. അതെ. വല്ലയിടത്തും കൊണ്ട് ഇടില്ല. ആ അലമാരിക്കകത്ത് കയറ്റി വെക്കണം. അലമാരിക്കകത്ത് ഒരു അഡാപ്റ്ററും കൂടെ, ഈ 2 അഡാപ്റ്ററും കൂടെ ഒരു കൂട്ടിലാണ് വെച്ചിരുന്നത്. ഈ അഡാപ്റ്റർ ഒരു പ്രത്യേക അഡാപ്റ്ററാണ്. ഇത് പ്ലേ സ്റ്റേഷൻ്റെ അഡാപ്റ്ററാണ്. 5 വോൾട്ട് 5. ഇത് രണ്ടും കൂടെ ഒന്നിച്ചെടുത്ത് വെക്കണം. ഞാൻ ഇനി പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. നിങ്ങളിത് കണക്ട് ചെയ്ത് കേൾപ്പിരി കേട്ടോ. പാട്ടിട്ടോ, അല്ലെങ്കിൽ അത് കോപ്പിറൈറ്റ്. ഇതിന്റെ വീഡിയോ ഒന്ന് വെയിറ്റ് ചെയ്തു. ഭയങ്കര മാനിട്ടാ, ഭയങ്കര വെയിറ്റാ. We are reaching for the stars, but we're making this too hard, and I wonder where you are. We're nothing more than dust. Search for you, stay on. We're reaching for the stars. Take it slow, it's still. അതെ. വീഡിയോ നമ്മൾ ഷോർട്ടല്ലേ ഇട്ടുള്ളൂ, ഫുൾ വീഡിയോ ഇട്ടില്ല. 24,000 രൂപ വിലയുള്ള സാധനം അത്. ഇത് സാധനം അടിപൊളി സാധനം. ഇത്ര ഉണ്ട് മാനിട്ട്. പക്ഷെ അതിനകത്ത് വന്ന പ്രശ്നം എന്ന് വെച്ചാൽ വെറും 2600 mAh ബാറ്ററി അതിനകത്ത് വെച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് തീർന്നു. ഇതിപ്പോ ഞാൻ 7000 mAh വെച്ചിരിക്കുന്നു. മെയ്ഡ് ഇൻ ജപ്പാൻ ബാറ്ററിയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പെൻഡ്രൈവ് മാറ്റി ഇതാക്കി ഏൽപ്പിക്കാം. ഈ പാട്ടൊക്കെ തട്ടിപ്പൊളി പാട്ട്. ആ പാട്ട് പിന്നെ
നമ്മുടെ കുടുംബത്തിൻ്റെ പാട്ടായതുകൊണ്ട് ഞാൻ മാറ്റാത്ത. സാറിന്റെ വീട് എവിടെയാ? ഞാൻ ഈ പിണ്ണാക്കനാട് എന്നാ പരിപാടി? പിണ്ണാക്കനാട് അവിടെ ഒരു ബേക്കറി ഉണ്ടല്ലോ, കീർത്തി ഒരു പുള്ളി ടി വി നന്നാക്കാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഞാൻ അവനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. സാറിന് എന്നാ പരിപാടി? ഞാൻ ചെറുകടിയൊക്കെ ഉണ്ടാക്കി. ഞാൻ കീർത്തിയിൽ സ്റ്റാഫായിരുന്നു. ഈയിടെ നിർത്തി വീട്ടിൽ. അല്ല, ഏത് അവൻ്റെ അഡ്രസ്സ് ഒന്ന് എടുത്ത് നോക്കി. നമ്മുടെ സുഹൃത്താ പുള്ളിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പുള്ളി ടി വി റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം വന്നേക്കാം. ഏത്, ഞാൻ പേര് പറയാം. ഇത് കഴിയട്ടെ. ഇന്നലെ ഞങ്ങൾ അതിലെ പോയത്, ഈരാറ്റുപേട്ടയ്ക്ക് പോയപ്പോൾ ഞങ്ങൾ അതിൽ നോക്കിയായിരുന്നു. അപ്പോൾ ഏത് ഇതാണെന്ന് പുള്ളിയെ നേരത്തെ എനിക്ക് പരിചയമുള്ള. പുള്ളി ഇപ്പോൾ അവിടെ ബേക്കറി നടത്തുകയെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. ആണോ? ടി വി പൂച്ച മുള്ളിതാണ്. പൂച്ച വന്നിട്ട് ഈ പാനലേ വന്ന് പൂച്ച മുള്ളി, എന്നിട്ട് പാനലെ കൂടി ഊർന്ന് അകത്തേക്ക് പോയിട്ട് എല്ലാ പാനലിൻ്റെ സ്ട്രിപ്പും എല്ലാം പോയി. സോണിയുടെ നല്ല 35,000 രൂപയുടെ ടി വി. പൂച്ചയ്ക്ക് ഓരോ പൂച്ചയെ പിടിച്ച് അടി കൊടുക്കാൻ. വീഡിയോ നമ്മളിവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സ്കൈപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.